നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. റയൽ ബെറ്റീസിലേക്ക് എത്തിയതിന് ശേഷമുള്ള തൻ്റെ മിന്നും ഫോം ആൻ്റണി തുടരുകയാണ്. വീണ്ടും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ കൂടി അദ്ദേഹത്തിൻ്റെ പേരിൽ കുറിച്ച മത്സരത്തിൽ യൂറോപ്പ കോൺഫറൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 ആദ്യ പാദത്തിൽ വിക്ടോറിയ എസിക്കെതിരെ റയൽ ബെറ്റീസിന് 2-2 സമനില. മത്സരത്തിൽ റയൽ ബെറ്റീസിനായി ബക്കാംബുവും ഇസ്കോയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മറുഭാഗത്ത് മെൻഡസും ഒലിവേരയും വിക്ടോറിയ എസിയുടെ ഗോളുകൾ നേടി. റയൽ ബെറ്റീസിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ 48-ാമത്തെ മിനിറ്റിലാണ് ആൻ്റണിയുടെ അസിസ്റ്റ് വരുന്നത്. ബക്കാംബുവിന് അദ്ദേഹം അസിസ്റ്റ് നൽകി. അത് റയൽ ബെറ്റീസിന് ലീഡ് നേടിക്കൊടുത്തു. പക്ഷേ വിക്ടോറിയ എസി രണ്ടാം പകുതിയിൽ മെൻഡസിലൂടെ 51-ാമത്തെ മിനിറ്റിൽ ആ ഗോൾ മടക്കി. തുടർന്ന് 75-ാമത്തെ മിനിറ്റിൽ ഇസ്കോ റയൽ ബെറ്റീസിന് ലീഡ് നേടിക്കൊടുത്തെങ്കിലും ഒലിവേര വിക്ടോറിയ എസി 81-ാമത്തെ മിനിറ്റിൽ ഒപ്പം എത്തിക്കുകയായിരുന്നു. ഇതോടുകൂടി ഇപ്പോൾ റയൽ ബെറ്റീസിലേക്ക് ചേക്കേറിയതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം ഒന്ന് നോക്കുക. 8 മത്സരങ്ങളായി അവർക്ക് വേണ്ടി കളിക്കുന്നു. അതിൽ 3 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. 3 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. ഗോളടിയുടെ കാര്യത്തിൽ ആ കാലഘട്ടത്തിൽ ടീമിൽ രണ്ടാമതാണ് അദ്ദേഹം എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. 6 ഗോൾ കോൺട്രിബ്യൂഷൻ, ആ കാര്യത്തിലും ടീമിൽ 2-ാം സ്ഥാനത്താണ് ഇപ്പോൾ ആൻ്റണി ഉള്ളത്. ഓരോ 106 മിനിറ്റുകളിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു. 4 ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 14 കീ പാസുകൾ, അക്കാര്യത്തിൽ അദ്ദേഹം ടീമിൽ രണ്ടാമതാണ്. അങ്ങനെ 16 ഡ്യുവൽസിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. 39 ബോൾസ് അദ്ദേഹം റിക്കവർ ചെയ്തിട്ടുണ്ട്. മികച്ച പ്രകടനം തന്നെയാണ് ആൻ്റണി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ മാസത്തെ ബ്രസീലിൻ്റെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് ഇന്നലെ ഡൊറിവാൾ ജൂനിയർ പ്രഖ്യാപിച്ചപ്പോൾ ആൻ്റണിയെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ശരിയായ തീരുമാനമോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ആരാധകരുടെ മനസ്സിലുണ്ട്. പക്ഷേ കോച്ചിനെ സംബന്ധിച്ചിടത്തോളം മുന്നേറ്റ നിരയിൽ വേറെയും മികച്ച താരങ്ങളുണ്ട് എന്ന കാര്യം നമ്മൾ നോക്കണം. മോശമല്ലാത്ത ഒരു അറ്റാക്കിംഗ് നിര തന്നെയാണ് ഡൊറിവാൾ ജൂനിയർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആൻ്റണിയെ എന്തായാലും ബ്രസീൽ ടീമിലേക്ക് പരിഗണിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് 52-അംഗ പ്രിലിമിനറി സ്ക്വാഡിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത്. ഈ മികച്ച പ്രകടനം തുടരുകയാണെങ്കിൽ അധികം വൈകാതെ ആൻ്റണി ബ്രസീൽ ടീമിലേക്ക് മടങ്ങിയെത്തും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.